കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വെച്ച് ഒരു ഭക്തന് പണ്ട് പാൽപ്പായസം തട്ടിപ്പോയ കഥ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറയാൻ എനിക്ക് തോന്നുന്നു. കാരണം ഇത് കേൾക്കാത്ത ആൾക്കാരും കൂടി കേട്ടോട്ടെ. മാത്രമല്ല, അന്ന് അതെന്തുകൊണ്ടാണ് തട്ടിപ്പോയതെന്ന് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കഥയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനിടയായി. അതും കൂടി പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഒരിക്കൽ ഒരു ഭക്തൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ് പായസമൊക്കെ വാങ്ങി, വീട്ടിലേക്ക് പായസം വാങ്ങാറുണ്ട്. പായസമൊക്കെ വാങ്ങി തിരിച്ച് നടന്നു വരികയായിരുന്നു. അപ്പോൾ തന്നെ കുപ്പി കയ്യിൽ നിന്ന് വഴുതിപ്പോയി. കുപ്പി താഴെ കിടക്കുന്നു, പായസമെല്ലാം പോയി. അയ്യോ, എന്തു ചെയ്യും? അപ്പോൾ ഇനി എന്താ ഇങ്ങനെ പറ്റിയത്? ആകെ കഷ്ടകാലമെന്നാണ് വിചാരിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി ഉണ്ടാകുമ്പോൾ നെഗറ്റീവായി ഉണ്ടാവുമെന്നല്ലേ വിചാരിക്കുക. പിന്നെ വീണ്ടും അദ്ദേഹം അമ്പലത്തിൽ പോയി വീണ്ടും അവിടെ തന്നെ ക്യൂ നിന്നു. അപ്പോൾ തിരുമേനി ചോദിച്ചു, അല്ല, ഒരു പ്രാവശ്യം പായസം വാങ്ങിയതല്ലേ, ഇനി തരാനൊന്നും പറ്റില്ല. അല്ല, എൻ്റെ പായസം തട്ടിപ്പോയി, അതുകൊണ്ടാണ്. എന്നാൽ രണ്ടാമത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കണ്ണനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, കണ്ണാ, ഈ പായസം തട്ടിപ്പോയത് ഇനി പോവല്ലേ, എന്തൊരു കഷ്ടകാലം നേരണാവോ. വളരെ സൂക്ഷിച്ച് കൊണ്ടുവച്ചു. അതും തട്ടിപ്പോയി. വീണ്ടും ഒരിക്കൽ കൂടി വാങ്ങാൻ പോയി. തീർച്ചയായും ഇത് ഒരു ഉഡായിപ്പാണോയെന്ന് അത് കൊടുക്കുന്ന ആൾക്ക് തോന്നി. പക്ഷേ അതെന്തോ അവിടെ ഭഗവാന്റെ ലീലകൾ കുറേ നടക്കുന്ന കാരണം ആ ആളും വിചാരിച്ചു കാണും, ഇത് ഉഡായിപ്പൊന്നും ആയിരിക്കില്ല, എന്തായിരിക്കും, ചിലപ്പോൾ കണ്ണൻ്റെ ഓരോ ലീലകളായിരിക്കും. എന്നിട്ട് വീണ്ടും ആ പായസം കൊണ്ടുവന്ന് വളരെ സൂക്ഷിച്ച് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അവിടെ പിന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെയല്ല, കയ്യിൽ നിന്ന് ഒരിക്കലും തട്ടിപ്പോവാത്ത വിധം. എന്നിട്ട് തൊഴുത്, എന്നിട്ട് വീണ്ടും അത് കൈകൊണ്ട് എടുത്ത് കയ്യിൽ നിന്ന് അറിയാതെ സ്ലിപ്പായിപ്പോയി, വഴുതിപ്പോയി. വീണ്ടും ആ പായസം ഒരു 3/4 ഭാഗത്തോളം പോയി. ദൈവമേ, ഇതെന്താണ് എൻ്റെ കൃഷ്ണ, ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആൾ വിചാരിച്ചേ, അപ്പോൾ കുടിപ്പിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടാണല്ലേ കണ്ണ, ഇതെന്തപ്പോൾ ഇങ്ങനെ? നിനക്ക് ഞാൻ കുടിക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഇനി നിന്നോട് ഒരു ചലഞ്ചിനില്ല. ഒരു കാര്യം ചെയ്യാം, കിട്ടിയ പായസമായിട്ട് പോവാം. ഇനി ഈ പായസം അടുത്ത പ്രാവശ്യം വരുമ്പോൾ തട്ടിക്കളയാതെ നോക്കണം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കോളാം. എന്തായാലും അടുത്ത മാസം 30 വ്യാഴത്തിന് ഞാനിവിടെ വരും, അപ്പോൾ വാങ്ങാം എന്ന് പറഞ്ഞ് കണ്ണനോടും പറഞ്ഞ് പോയി. വീട്ടിൽ വന്ന് നിരാശയോടുകൂടി സംസാരിച്ചു. പിന്നീടാണ് ഞാൻ ഈ അനുഭവം കേട്ടതിന് ശേഷം ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അദ്ദേഹം ഈ പായസം തട്ടിപ്പോയതിന് ശേഷം വളരെ നിരാശയിലായിരുന്നു എന്നറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ പ്രാവശ്യം 30 വ്യാഴത്തിന് ഗുരുവായൂർ പോകാറുള്ളതാണ്. ആ പ്രാവശ്യം ഞാൻ പോയില്ല, ഞാൻ ശനിയാഴ്ച പോയത്. എനിക്കെന്തോ ഒരു മടി തോന്നി, ഞാൻ ശനിയാഴ്ചയാക്കി. അതുകൊണ്ട് കണ്ണൻ കളിപ്പിച്ചതാണാവോ എന്ന് കരുതി. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് അനന്തപത്മനാഭൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അവിടെ ഗവനിച്ചില്ല. അതൊക്കെ ഒരു ദേഷ്യം ഉണ്ടാവോ കണ്ണന്? ഇങ്ങനെയൊക്കെ പലവിധ കാര്യങ്ങൾ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കണ്ണന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ കാര്യം മതിയല്ലോ കണ്ണന് പിണങ്ങാൻ. ഇനിയിപ്പോൾ ഞാൻ വ്യാഴാഴ്ച പോകാണ്ടിരുന്നതുകൊണ്ടാണോ? ഒരു ഭക്തൻ്റെ സ്വാഭാവികമായ ആകുലതകൾ. എന്താ ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ പെരുമാറിയത്, എന്താ കണ്ണൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ കുറേ പരാതികൾ. പക്ഷേ ഞാൻ ഈ ഭക്തൻ്റെ അനുഭവം വീഡിയോ ഇട്ടതിന് ശേഷം അതിനിടയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു,
ഇഷ്ടമുള്ള ഭക്തൻ്റെ കയ്യിൽ നിന്ന് പായസം തട്ടിപ്പോകുമെന്ന് കേട്ടിട്ടുണ്ടെന്ന്. അത് എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരറിവുള്ള ആൾ തന്നെയാണ് ഇതിട്ടതെന്ന് തോന്നി. അപ്പോൾ ഞാനിത് ഈ ഭക്തനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ഇഷ്ടമുള്ള ഭക്തൻ്റെ കയ്യിൽ നിന്ന് പായസം തട്ടിപ്പോകുമെന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിരാശയൊക്കെ പോയി. വളരെ സന്തോഷമായി. കാരണം വളരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. എന്താണാവോ കണ്ണൻ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആകെ ആവലാതികളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇങ്ങനെ എന്തൊക്കെയാണ് കണ്ണൻ്റെ മായകൾ. നമ്മളൊരു ജോലിക്ക് പോകുന്നു, ആ ജോലി തട്ടിക്കളയുന്നു, വീണ്ടും ജോലിക്ക് കയറുന്നു, വീണ്ടും ജോലി തട്ടിക്കളയുന്നു, വീണ്ടും ജോലിയിൽ കയറുന്നു, വീണ്ടും തട്ടിക്കളയുന്നു. അങ്ങനെ കണ്ണന് നമ്മളെ കളിപ്പിക്കാൻ 16,000 കാര്യങ്ങളുണ്ട്. ഇത് പായസം തട്ടിപ്പോയത് ഡയറക്റ്റ് കണ്ണൻ്റെ അനുഭവം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെല്ലാം അതുപോലെ കൃഷ്ണ അനുഭവങ്ങൾ തന്നെയല്ലേ. എല്ലാം കൃഷ്ണൻ്റെ അനുഭവങ്ങളാണ്. ഭഗവാനെ അറിയാത്ത എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ല. എവിടെയായാലും എന്ത് ചെയ്യുകയാണെങ്കിലും ഭഗവാൻ എല്ലാം അറിയുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നടക്കുക. പിന്നെ 3 പ്രാവശ്യമൊക്കെ പായസം ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോവെന്ന് കേട്ടാൽ അറിയാലോ, അതൊക്കെ കണ്ണൻ്റെ കളി തന്നെയാണ്. കണ്ണറിയാതെ ഒന്നും നടക്കില്ല. അതെന്തോ ദേഷ്യം വന്നിട്ടാണോ, ആ ഭക്തനെ കളിപ്പിക്കാനാണോ, അതോ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ കുറുമ്പുകളാണോ? ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണല്ലോ. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ എത്ര ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇനിയും പുതിയ അനുഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണാൻ തയ്യാറായിരിക്കുക. പുതിയ കുറേ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. കാരണം കണ്ണൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞാൽ തീരാൻ പറ്റില്ലല്ലോ, ഒരിക്കലും തീരില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും താഴെ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.